വരദ വേഗം അകത്തേക്ക് വന്നു. ചാരു അപ്പോഴേക്കും ബാത്റൂമിലെത്തി കഴിച്ച ഭക്ഷണം മുഴുവൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്തു പറ്റി? ഭക്ഷണം വയറിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ദേവ അവളുടെ കൈ പിടിച്ച് ബെഡിലേക്ക് തന്നെ കൊണ്ടുവന്ന് കിടത്തി. വരദ, നീ ഇവളെ ഒന്ന് റെഡിയാക്കി താഴേക്ക് കൊണ്ടുവന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ദേവ പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഞാൻ എവിടേക്കും ഇല്ല, എനിക്ക് വയ്യ. അവൾ തളർച്ചയോടെ ബെഡിലേക്ക് കിടന്നു. ഏട്ടനൊരു കാര്യം ചെയ്യുന്നാല്, നമ്മുടെ ഫാമിലി ഡോക്ടറില്ലേ സൗമ്യ മാഡം, അവരോട് എമർജൻസി ആയിട്ട് ഇവിടേക്കൊന്ന് വരാൻ പറയൂ. വരദ അത് പറഞ്ഞതും ദേവവേഗം അവർക്ക് ഡയൽ ചെയ്തു. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരവിടെ എത്തി. അപ്പോഴേക്കും പ്രഭാകരനും സരോജിനിയും എല്ലാം അവിടേക്ക് വന്നിരുന്നു. വാട്ട് ഹാപ്പൻഡ്? ഡോക്ടർ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തിരുന്നു. ഭയങ്കര ഛർദി ഡോക്ടർ, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാം വൊമിറ്റ് ചെയ്ത് പോരുകയാണ്. ഓ, നല്ല ക്ഷീണമുണ്ടല്ലോ അവളുടെ ശരീരത്തിൽ. എന്താണ് ദേവ് സാർ, വല്ല ഗുഡ് ന്യൂസും ഉണ്ടോ? അവർ നാണം നിറഞ്ഞ പുഞ്ചിരിയോടെ ദേവിനെ നോക്കി. അവർ എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് അത് മനസ്സിലായില്ല. പീരിയഡ്സിന്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ടോ? അവർ അവളുടെ വയറിൽ കൈവച്ചു. ഏയ് ഇല്ല ഡോക്ടർ, ഇതൊന്നുമല്ല. ആ വേദനകൾക്കിടയിലൂടെയുള്ള അവരുടെ ആ ചോദ്യം കേട്ട് സത്യത്തിൽ ചാരുവിന് ദേഷ്യം വന്നു. അതെന്താ ഇത്രയൊക്കെ ഉറപ്പിച്ചു പറയാൻ? നിങ്ങൾ വിവാഹിതരായ ദമ്പതികളല്ലേ, അങ്ങനെ ഒരു സാധ്യത പാടെ തട്ടിക്കളയാൻ പറ്റുമോ? അല്ല ഡോക്ടർ, അവർക്ക് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ളതാവാനാണ് സാധ്യത. അതാ അവൾ അങ്ങനെ പറഞ്ഞത്. വരദ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ഓ, ഐ സി. എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് നിന്നേ, ഞാൻ പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്യട്ടെ. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും മുറിയുടെ പുറത്തേക്ക് നിന്നു. പരിശോധന എല്ലാം കഴിഞ്ഞ് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടർ മുറിയുടെ കതക് തുറന്നു. ആക്സിഡന്റ് ഉണ്ടായപ്പോ ആ കുട്ടി വയറിടിച്ചാണോ വീണത്? അടിവയറ്റിന്റെ ഭാഗത്ത് ശക്തമായ അടിയേറ്റ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ആ, വയറിടിച്ചിരുന്നു. ദേവിൽ പരിഭ്രാന്തി നിറഞ്ഞു. എന്തായാലും 2 ദിവസത്തിന് കട്ടിയാഹാരങ്ങളൊന്നും കൊടുക്കേണ്ട, നല്ല ജ്യൂസോ മറ്റോ കൊടുത്താൽ മതി. എന്നിട്ടും ഛർദ്ദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ഇന്ന് തന്നെ സ്കാൻ ചെയ്യാം ഡോക്ടർ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് വരെ കാത്തുനിന്ന് റിസ്ക് എടുക്കണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ ഇവിടെ എത്തിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല സർ, അത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഇല്ല. ഞാൻ ഇറങ്ങട്ടെ എന്നാ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാ മതി. ശരി. ഡോക്ടറിനെ പറഞ്ഞയച്ച് ദേവ് ചാരുവിന്റെ അടുത്തേക്ക് പോയി. കണ്ടോടി നമ്മുടെ മകന് ചാരുമോളോടുള്ള സ്നേഹം, എന്നിട്ടാണ് ഞാൻ അവരെ തമ്മിൽ പിരിക്കുമെന്ന് പറയുന്നത്. എന്റെ ആഗ്രഹം ഇപ്പോഴും അത് തന്നെയാ. അവളെന്തായാലും നമ്മുടെ കുടുംബത്തിന് ചോദിച്ച പെണ്ണല്ല, അവളെ തന്നെ കെട്ടുകയുള്ളൂന്നും പറഞ്ഞ് ദേവ് വാശി പിടിച്ചതുകൊണ്ടാ ഞാൻ അന്ന് അതിനെല്ലാം നിന്ന് തന്നത്. അവളെപ്പോലെയുള്ളൊരു ദരിദ്രവാസി പെണ്ണിന്റെ കൂടെ കുറച്ചു കാലം നിൽക്കുമ്പോ അവന് തന്നെ മടുക്കുമെന്ന് കരുതി ഞാൻ. ഈ കുടുംബത്തിന് യോജിച്ചൊരു പെണ്ണിനെ കൊണ്ട് നിങ്ങളൊക്കെ കൂടെ അവന്റെ നിശ്ചയം നടത്തിയിരുന്നല്ലോ, എന്നിട്ട് അവസാനം എന്തുണ്ടായി? അതങ്ങനെ സംഭവിച്ചെന്ന് കരുതി അവന് വേറെ എത്ര നല്ല ബന്ധങ്ങൾ കിട്ടുമായിരുന്നു. എന്നിട്ട് അവൻ ചെന്ന് കണ്ടുപിടിച്ചതോ കാൽ കാശിന് വകയില്ലാത്തൊരു കുടുംബത്തെ. പണം മാത്രമല്ല സരോജിനി ജീവിതം. അവനെ സ്നേഹിക്കാനും അവനൊരു കുടുംബം ഉണ്ടാക്കാനും കഴിവുള്ള പെണ്ണാണ് അവന്റെ ജീവിതത്തിൽ വേണ്ടത്. ദേവകടാക്ഷം കൊണ്ട് ഇപ്പൊ അവന് കിട്ടിയിരിക്കുന്നത് നല്ലൊരു മോളെയാണ്. നീ കാരണമെങ്ങാനും അവനത് നഷ്ടമായ പിന്നെ ഈ വീട്ടിൽ നിനക്കും സ്ഥാനമുണ്ടാവില്ല. അയാളുടെ വാക്കുകളിൽ ശക്തമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ദേവ് കർട്ടൻ നീക്കി പുറത്തേക്കിരുന്നു. അപ്പോഴാണ് ചാരുവിന്റെ ഫോൺ റിങ് ചെയ്തത്. നന്ദു ആയിരുന്നു അത്. എടി കുരിപ്പേ, നീ ഇവരോട് ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇവരെന്നെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അയ്യോ സോറി എടി, ഇതേ ഞാനിപ്പോ അവരോട് പറയാം. ചാരു ഫോൺ കട്ടാക്കി. അതെ. ചാരു വിളിച്ചത് കേട്ടതും ദേവ് വേഗം വന്നു. എന്തു പറ്റി? വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല, എന്റെ ഫ്രണ്ട് നന്ദു ഗേറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ഗാർഡ്സ് അവളെ അകത്തേക്ക് കയറ്റുന്നില്ലത്രേ. അവരെ വിളിച്ച് ഒന്ന് പറയോ? ഹോ, അതാണോ? ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ദേവ് ദീർഘശ്വാസം വലിച്ചു വിട്ടു. ചാരു. നന്ദു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നന്ദു. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. നന്ദു അവിടേക്ക് വന്നതും ദേവ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഇയാളുടെ മുഖം ഇപ്പോഴിങ്ങനെ കടന്നൽ കുത്തിയ പോലെ വീർത്തു തന്നെയാണോ? ആയിരുന്നു. ഇന്നലെ തൊട്ട് വീർപ്പിന് കുറച്ച് കുറവുണ്ട്. അല്ല, നിനക്കിതെന്താ പറ്റിയത്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്താ മുഖത്തൊക്കെ ഒരു പാടുകള്? അത് പിന്നെ
എന്താ നീ കിടന്ന് പരതുന്നേ? അയാൾ ഉപദ്രവിച്ചതാണോ ഇത്? നന്ദു, അത് എന്നോട് കള്ളം പറയണ്ട ചാരു. അവൾ പറയാതെ തന്നെ അവളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന നന്ദുവിന് മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഉണ്ടായതെല്ലാം അവൾ നന്ദുവിനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഈ നന്ദൻ ആരാണെന്ന് ആ ചെറ്റ ഇന്ന് അറിയും. ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളോടെ അവൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. നന്ദു, നീ ഇതെവിടേക്കാ? ഇത് മാളിയേക്കൽ തറവാടാണ്. അയാളുടെ നേരെ ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാൽ പോലും അയാളുടെ ഗാർഡ്സ് നിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. പിന്നെ ജീവനോടെ നീ ഇവിടുന്ന് പുറത്തു പോയില്ല. ആയിക്കോട്ടെ, അയാൾ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. നിന്നെ എത്രക്ക് ഉപദ്രവിച്ചിട്ട് അയാളോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്ന എന്റെ മനസാക്ഷി എന്നോട് പൊറുക്കില്ല. നിന്നെ ഞാനിവിടേക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതല്ല. എനിക്ക് കുറച്ച് സമാധാനത്തിന് വേണ്ടിയാ. നിന്നോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയാ. മതി ചാരു, ഇവിടെയുള്ള നിന്റെ ജീവിതം അവസാനിപ്പിച്ചേക്ക്. ആർക്കു വേണ്ടിയാ നീ ഇങ്ങനെ സ്വയം ഇല്ലാതാവുന്നത്? പണത്തിനു വേണ്ടി നിന്നെ വിറ്റ നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയോ? അയാള് പണം വാങ്ങിയത് അവരുടെ അടുത്ത് നിന്നല്ലേ? അപ്പോ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആളെ അവരോട് തന്നെ പോയി ചോദിക്കാൻ പറ. ഹേയ്, അയാൾക്കൊരു കുഞ്ഞിനെ നൽകാതെ എനിക്കിനി ഇവിടുന്ന് ഒരു മോചനമില്ല നന്ദു. അങ്ങനെ ഞാൻ അയാളെ എതിർത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അവരെന്നെ ജീവിക്കാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഷോ, വല്ലാത്തൊരു കുടുക്കിലായല്ലോ നീ വന്ന് പെട്ടത്. നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നെ ജീവനെ പോൽ സ്നേഹിക്കുന്ന ഒരാളെ ഒഴിവാക്കിയിട്ടാ നീ നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്നത്. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളോ? അതാരാ? ചാരുവിന്റെ ഉള്ളിൽ സംശയമുണർന്നു. നിങ്ങളുടെ കോളേജിലെ തരുൺ സാറില്ലേ, മൂപ്പര് തന്നെ. സാറിന് നിന്നെ ഭയങ്കര ഇഷ്ടാടി. സാറോ? ഒന്ന് പോടി. ഞാൻ വായി നോക്കി നടന്നിരുന്ന സമയത്ത് പോലും എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാത്ത മുതലാണ്. എടി, സത്യമാനാ പറയുന്നേ. നിന്റെ കല്യാണം കഴിഞ്ഞതറിഞ്ഞ് സാർ ഒരിക്കൽ എന്നെ കാണാൻ വന്നിരുന്നു. നിന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുമോന്ന് ചോദിച്ച്. പക്ഷെ നിന്റെ നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ കാര്യം അന്വേഷിച്ചപ്പോ സാർ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. നീ നോക്കി നടന്നിരുന്ന സമയത്തെ സാറിന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്രേ. പക്ഷേ അപ്പോ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രണയിച്ച് നടന്ന നിന്റെ പഠിത്തത്തിനെ അത് ബാധിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരുന്നു അത്രേ അന്ന് അദ്ദേഹം നിന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്. അന്ന് സാർ വെക്കേഷന് പോയില്ലേ, അത് എന്തിനാണെന്ന് അറിയോ നിനക്ക്? ഇല്ല. ആ, നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ സാറിന്റെ അമ്മയെയും അച്ഛനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. അവരോടൊക്കെ കുറെ മുന്നേ തന്നെ അദ്ദേഹം നിന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു പോലും. അവർ ഒരുമിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് നിന്റെ കല്യാണം കഴിഞ്ഞത് അറിയുന്നത്. അതോടെ ആകെ തകർന്നു പോയി ആ പാവം. എന്റെ അടുത്തേക്ക് വന്നപ്പോഴുള്ള സാറിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴും സമയമുണ്ട് ചാരു. അങ്ങനെ ഒരാളെ വേണ്ടെന്ന് വെച്ച് ഈ നാരാധവന്റെ കൂടെ ജീവിക്കേണ്ട ഒരാവശ്യം നിനക്കില്ല. നീ എന്താ പറയുന്നത് നന്ദു? എന്റെ വിവാഹം കഴിഞ്ഞതോടെ അദ്ദേഹം എന്നോടുള്ള ഇഷ്ടവും ഉപേക്ഷിച്ചു കാണും. ഒരിക്കലുമില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, അതുകൊണ്ടല്ലേ പറയുന്നേ. അമ്മുവിന്റെ അടുത്ത് നിന്നെങ്ങാനും എന്റെ നമ്പർ സംഘടിപ്പിച്ച് ഒരിക്കൽ സാറിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വേറൊരു വിവാഹത്തിനും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കരഞ്ഞു. അവർക്കാകെ ആ ഒരു മകനല്ലേ ഉള്ളൂ. നിന്നോടൊന്ന് പറയോ അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്ന് ചോദിച്ച് എന്നോട്. പക്ഷേ നിന്നെ ഇതൊക്കെ അറിയിക്കാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഒറ്റയ്ക്ക് ഇവിടേക്ക് വരാനുള്ള ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല. മറ്റൊരു വിവാഹം കഴിക്കാൻ സാറിനോട് പറയാനല്ല അവരെ വിളിച്ചത്, അല്ലാതെ എന്നെ തന്നെ കെട്ടാനല്ലല്ലോ. അതല്ല ബുദ്ധൂസേ, സാറിന്റെ മനസ്സില് ഇപ്പോഴും നീ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹം വേറൊരു വിവാഹത്തിന് സമ്മതിക്കാത്തത്. അപ്പോ അവിടെ നിനക്കൊരു ഹോപ്പില്ലേ? തുടരും.